overcome this interference and how can we improve the system capacity. That methods is known as cell splitting, sectoring by using repeaters and using micro cell cells. And finally, the basic system design fundamental procedures or process known as frequency reuse, channel assignment strategies, and handoff strategies. Okay. ആദ്യമായിട്ട് നമ്മൾ സെല്ലുലാർ കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വെബിനാർ വ്യൂ ചെയ്യുന്നത് വരെ നമ്മുടെ എന്താണ് ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വിചാരിക്കാം, ഈവൻ ദാറ്റ് വി ആർ യൂസിങ് എ 4G നെറ്റ്വർക്ക് ഓർ നെറ്റ്വർക്ക് ഫോർ വൈഫൈ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണിന്റെ സഹായത്തോട് കൂടി ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ വെബിനാർ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഈ മൊബൈൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ ആഗ്രഹിച്ചത്. ഇപ്പം എന്താണ് സെല്ലുലാർ കോൺസെപ്റ്റ്? ഇപ്പൊ നമുക്കറിയാം, ഇപ്പം മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ നമ്മളിപ്പോ കറന്റ് യൂസ് ചെയ്യുന്നത് 4G ആണ്. അപ്പൊ അതിന് മുമ്പ് 3G, 2G, അതേപോലെ ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഈ സെല്ലുലാർ ടെലിഫോൺ, ഇതിനെ നമ്മൾ പറയുന്നത് സെൽ ഫോൺ അല്ലെങ്കിൽ സെല്ലുലാർ ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനാ പേര് വന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ്സ്, എന്തൊക്കെയാണ് അതിന്റെ ബേസിക് കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ പോരായ്മകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു GSM അല്ലെങ്കിൽ ഒരു സെല്ലുലാർ നെറ്റ്വർക്കിൽ വരുന്ന കമ്പോണൻസ്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബിഫോർ കമ്മിങ് ടു ദിസ് സെല്ലുലാർ ടെലിഫോൺ ഓർ സെല്ലുലാർ നെറ്റ്വർക്ക്, ബിഫോർ സെല്ലുലാർ നെറ്റ്വർക്ക് there will be or there was some other techniques or sometimes wired network or fixed landline networks were available. അപ്പോൾ ഈ സെല്ലുലാർ ടെലിഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, is similar to a two-way mobile. Radio, that means we are using radio waves, that is electromagnetic waves about megahertz range, something range about 800 900 megahertz, like that we are using in mobile communication. അതേപോലെ ഈ സെല്ലുലാർ ടെലിഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടു-വേ മൊബൈൽ റേഡിയോ. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ മൊബൈൽ ടെക്നോളജിക്ക് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ടു-വേ മൊബൈൽ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് സ്റ്റേഷനും മൊബൈൽ യൂണിറ്റ്സും. അത് ഏത് എക്യുപ്മെന്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ യൂസ് ചെയ്യുന്നത് അതിനെ മൊബൈൽ യൂണിറ്റ്സ് എന്നും, അത് ഒരു ബേസ് സ്റ്റേഷൻ, നമ്മൾ GSM ആർക്കിടെക്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബേസ് സ്റ്റേഷൻ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് കമ്പോണൻസ് എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ മൊബൈൽ യൂണിറ്റ്സ് ഒരു യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതിനെ പറയുന്ന പേരാണ് ബേസ് സ്റ്റേഷൻ. അപ്പൊ ഈ ബേസ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ വരുന്ന ട്രാൻസീവേഴ്സ് ആയിരിക്കും. ട്രാൻസീവേഴ്സ് as you know it consists of both ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. അപ്പൊ അവിടെ എന്ത് കാണും, ഒരു ഹൈ പവർ ട്രാൻസ്മിറ്റർ കാണും, അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റിസീവേഴ്സും കാണും, അല്ലെ ഹയർ സെൻസിറ്റീവ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി കൂടിയ റിസീവേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. അത്തരം സ്റ്റേഷൻസിനെ അല്ലെങ്കിൽ അത്തരം ഫിക്സഡ് പൊസിഷൻ ട്രാൻസ്സീവേഴ്സിനെ പറയുന്ന പേരാണ് ബേസ് സ്റ്റേഷൻ. അപ്പൊ ഈ നമ്മുടെ സെല്ലുലാർ ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് എന്ന് പറയുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഫിക്സഡ് അല്ലാത്ത സെല്ലുലാർ നെറ്റ്വർക്ക് എപ്പോഴും അല്ലെ ടെലിഫോൺ ഏതുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദി ബേസ് സ്റ്റേഷൻ. അപ്പം ഈ ബേസ് സ്റ്റേഷൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള നെറ്റ്വർക്ക്, അത്തരത്തിലുള്ള ടെലിഫോൺസ് ആണ് സെല്ലുലാർ ടെലിഫോൺസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടു-വേ മൊബൈൽ റേഡിയോയിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്നത് അത്തരമായിരുന്നു. ഇനി ഈ ടു-വേ മൊബൈൽ റേഡിയോ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹാഫ് ഡ്യൂപ്ലെക്സ് ആയിരുന്നു, എന്താ, അല്ലെങ്കിൽ PTT, പുഷ് ടു ടോക്ക് ട്രാൻസ്സീവേഴ്സ്. നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പുഷ് ടു ടോക്ക് PTT, അതായത് നമ്മുടെ വാക്കി ടോക്കി പോലെ, അതെന്താ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്. As you know, different types of communication protocols like simplex, duplex, half duplex, full duplex എന്നൊക്കെ പറയും. എന്താ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ? ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലോട്ടും, അതായത് റിസീവറും ട്രാൻസ്മിറ്ററും, രണ്ട് എൻഡും റിസീവറും ട്രാൻസ്മിറ്ററുമായിട്ടും ആക്ട് ചെയ്യും ഒരു എൻഡ് തന്നെ. പക്ഷെ എന്താണ്, അറ്റ് എ ടൈമിൽ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി ഒരു എൻഡിൽ നിന്ന് വേറെ ഒരു എൻഡിലോട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ള ടു-വേ മൊബൈൽ റേഡിയോ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്. അതായത് PTT, പുഷ് ടു ടോക്ക്, നമ്മളൊന്ന് പെട്ടെന്ന് പറയാം. എന്താണ് പുഷ് ടു ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു ബട്ടൺ കാണും. അതായത് നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് ട്രാൻസ്മിറ്റർ ഓൺ ആകുകയും റിസീവർ ഓഫ് ആകുകയും ചെയ്യും. അതായത് നമ്മളിപ്പം വാക്കി ടോക്കി, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വയർലെസ് അല്ലെങ്കിൽ വാക്കി ടോക്കി യൂസ് ചെയ്യും. അതെന്താണ്, അവർ ഒരു മെസ്സേജ് കൈമാറിയതിനു ശേഷം അല്ലെങ്കിൽ ഓവർ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത ആള്
ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ എന്താ അവിടെ ഇന്റർഫറൻസ് അല്ലെങ്കിൽ ക്രോസ് ടോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതേപോലെ PTT റിസീവേഴ്സ്, അതായത് എന്താണ് പുഷ് ടു ടോക്ക് റിസീവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് ആദ്യ കാലഘട്ടങ്ങളിലെ സെല്ലുലാർ ടെലിഫോണിൽ പറ്റിയിരുന്നുള്ളൂ. പിന്നെ ക്രമേണ എന്ത് ചെയ്തത് മോഡിഫൈ ചെയ്ത് മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ ഫുൾ ഹാഫ് ഡ്യൂപ്ലെക്സിൽ നിന്ന് ഫുൾ ഡ്യൂപ്ലെക്സിലോട്ട് കൺവേർട്ട് ചെയ്താണ് നമ്മുടെ ഇപ്പോൾ കാണുന്ന മൊബൈൽ അല്ലെങ്കിൽ സെല്ലുലാർ ടെലിഫോൺ വരുന്നത്. അപ്പൊ ഈ ടു വേ ടെലിഫോണിൽ അല്ലെങ്കിൽ ടു വേ മൊബൈൽ റേഡിയോയിൽ എന്താണ് നടക്കുന്നത്? എല്ലാ ട്രാൻസ്മിഷൻസിനും അതായത് ആ നെറ്റ്വർക്കുമായിട്ട് അല്ലെങ്കിൽ ആ ചാനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? അതിൽ വരുന്ന മെസ്സേജസ് ലിസൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് അവർക്ക് കേൾക്കാൻ അല്ലെങ്കിൽ ശ്രവിക്കാൻ സാധിക്കും. അപ്പം ഈ ടു വേ മൊബൈൽ റേഡിയോ എന്ന് പറയുന്നത് 1 to many, ഒന്നിൽ നിന്ന് ആ ചാനലിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ യൂസേഴ്സിനും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തേത് എങ്ങനെയാണ്? ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിന് ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു യൂണിക് ഐഡന്റിറ്റി നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന പോലെ ഒരു യൂണിക് ഐഡന്റിറ്റി ഉണ്ട്. അതിലോട്ട് വിളിച്ചാൽ അയാൾക്ക് മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ പോരായ്മകളൊന്നും ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇല്ല. പിന്നെന്താണ് ഈ ടു വേ ആദ്യ കാലഘട്ടങ്ങളിൽ എന്താണ്? അത് പബ്ലിക് ടെലിഫോൺ അല്ലെങ്കിൽ PSTN, പബ്ലിക് സ്വിച്ച് ടെലിഫോൺ, നമ്മുടെ ലാൻഡ് ലൈൻ എന്ന് പറയാം. അപ്പൊ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻസ് ആർ ലിമിറ്റഡ് ടു റിലേറ്റീവ്ലി സ്മോളർ ജോഗ്രഫിക്കൽ ഏരിയാസ്. അല്ലെങ്കിൽ എന്താണ്? അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പവർ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള റിപ്പീറ്റേഴ്സോ യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിന് കവറേജ് ഏരിയ വളരെ കുറവായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ടെലിഫോണിലോട്ട് വന്നാൽ, അല്ലെങ്കിൽ മോഡേൺ സെല്ലുലാർ ടെലിഫോണിലോട്ട് വന്നാൽ ഇറ്റ് ഓഫേഴ്സ് ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ. എന്താ ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ എന്നല്ല ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ എന്താ? ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ രണ്ട് വേയിലും അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി ടു ആൻഡ് ഫ്രോ, എന്താണ് ഒരു റിസീവർ ട്രാൻസ്മിറ്റർ, രണ്ടാൾക്ക് ഒരേ ടൈമിൽ. ഇപ്പൊ നിങ്ങൾ ഒരാളെ മൊബൈലിൽ കോൾ ചെയ്തു, എന്താണ് അവിടെ നിങ്ങൾക്ക് അറ്റ് എ ടൈമിൽ ഒരാൾ പറഞ്ഞു എന്ന് കരുതി മറ്റേ പറയുന്ന സൗണ്ടിന് എന്തെങ്കിലും ക്രോസ്റ്റോക്കോ അല്ലെങ്കിൽ ആ രീതിയിൽ അത് നഷ്ടപ്പെടുന്നില്ല, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്താ സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ട് ഡയറക്ഷനിലും പോസിബിൾ ആണ്. ദാറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ ആസ് full duplex transmission, and our modern cellular telephone network can offer full duplex transmission, and during this transmission the coded transmissions from base stations activate only the intended receiver. അതായത് നമ്മുടെ ആരെയാണോ നിങ്ങൾ വിളിക്കുന്നത് അല്ലെ ആരെയാണോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ആളെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഐഡന്റിറ്റിയെ മാത്രം എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ സെല്ലുലാർ ടെലിഫോൺ ഒരു ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ ഓഫർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എന്താണ്? ദിസ് ക്യാൻ ഓഫർ ഹൈ യൂസർ കപ്പാസിറ്റി, പിന്നെ ലിമിറ്റഡ് ഫ്രീക്വൻസി സ്പെക്ട്രം. അതായത് ഓരോ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഐഡിയ, എയർടെൽ, ജിയോ അല്ലെങ്കിൽ BSNL എന്ന് പറഞ്ഞ ഓരോ നെറ്റ്വർക്ക് പ്രൊവൈഡർക്കും നമ്മുടെ എന്താണ് TRAI, എന്താ ട്രായ് എന്ന് പറഞ്ഞത്? ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ അവരാണ് ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ ഫ്രീക്വൻസി സ്പെക്ട്രം അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രീക്വൻസി സ്പെക്ട്രം അലോക്കേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡർ, ഫോർ എക്സാമ്പിൾ ജിയോ അല്ലെങ്കിൽ BSNL, അവർക്ക് ഒരു സ്പെക്ട്രം പ്രൊവൈഡ് ചെയ്യും. ആ സ്പെക്ട്രത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പുതിയതായിട്ട് വരുന്ന യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ബൈ യൂസിങ് ഡിഫറെന്റ് ടെക്നിക്സ്, അതായത് ഈ ഡിസൈൻ പ്രോസസ്സിൽ ഡിഫറെന്റ് ടെക്നിക്സ് യൂസ് ചെയ്ത് സെല്ലുലാർ ടെലിഫോണിൽ എന്ത് ചെയ്യാൻ പറ്റും? മോർ ആൻഡ് മോർ വി ക്യാൻ അക്കോമഡേറ്റ്, ഓർ എ നെറ്റ്വർക്ക് പ്രൊവൈഡർ ക്യാൻ അക്കോമഡേറ്റ് മോർ ആൻഡ് മോർ കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ ദേ ക്യാൻ ഇൻക്രീസ് ദെയർ യൂസർ കപ്പാസിറ്റി. ആ ലിമിറ്റഡ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ യൂസേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ്. അങ്ങനെ ഈ സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റംസ് എന്താ പഴയ മൊബൈൽ സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്ത്, പഴയ മൊബൈൽ സിസ്റ്റം അല്ലെങ്കിൽ ടു വേ മൊബൈൽ റേഡിയോ എന്ന് പറയുന്നതാണ് ദേ ആർ സെർവിങ് ലാർജ് ഏരിയാസ്, എന്താണ് കൂടുതൽ ഏരിയാസ് എന്താണ് സെർവ് ചെയ്യും. ഓപ്പറേറ്റിംഗ് വിത്ത് എ സിംഗിൾ ബേസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ഒരു ബേസ് സ്റ്റേഷനും ഒരു ഹൈ പവർ ട്രാൻസ്മിറ്ററും യൂസ് ചെയ്തായിരുന്നു പഴയ കാലങ്ങളിൽ സെല്ലുലാർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മൊബൈൽ സിസ്റ്റം വർക്ക് ചെയ്തിരുന്നത്. ബട്ട് ഇൻ മോഡേൺ സെല്ലുലാർ നെറ്റ്വർക്ക് ഓർ സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റം ദേ ക്യാൻ സെർവ് മെനി സ്മോളർ ഏരിയാസ്. എന്താണ് ഒരു വലിയ ജോഗ്രഫിക്കൽ ഏരിയയെ ഡിവൈഡ് ചെയ്യും into smaller areas, and that smaller areas are known as or are termed to be cells, and each cell has its own base station and a low power transmitter. ഒരു ഏരിയ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഓരോ ഇൻഡിവിജ്വൽ സെല്ലും അല്ലെങ്കിൽ ഓരോ സ്മോളർ സെൽസിലും എന്ത് കാണും? ഒരു ബേസ് സ്റ്റേഷൻ, ഹാസ് ഇറ്റ്സ് ഓൺ ബേസ് സ്റ്റേഷൻ ആൻഡ് എ ലോ പവർ ട്രാൻസ്മിറ്റർ. ഒരു ബേസ് സ്റ്റേഷനും കാണും ആൻഡ് ഓൾസോ എ ലോ പവർ, എന്താണ് ട്രാൻസ്മിറ്റിംഗ് പവർ കൂടി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഏരിയയില് ഒരു സിംഗിൾ ഹൈ പവർ ട്രാൻസ്മിറ്റർ ആയിരുന്നു. പക്ഷേ ഇവിടെ അല്ലെങ്കിൽ ഇൻ മോഡേൺ സെല്ലുലാർ നെറ്റ്വർക്ക് വി ആർ യൂസിങ്
smaller size cells with its own base station and low power transmitter. എന്താണ് and each base station is allocated a fraction of total. നമ്മൾ ഈ പറഞ്ഞ സ്പെക്ട്രത്തിൽ അല്ലെ ടോട്ടൽ ഒരു മൊബൈൽ നെറ്റ്വർക്കിന് അലോക്കേറ്റ് ചെയ്തേക്കുന്ന ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ചാനൽസ്, ആ ചാനൽസിൽ എന്താണ് ഓരോ ബേസ് സ്റ്റേഷനും they will allot a fraction of total available channels and these adjacent channels are assigned different groups. അതായത് അടുത്തടുത്ത് ഡിഫറെന്റ് ചാനൽസ് ആയിരിക്കും അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ചാനൽസ് ആയിരിക്കും അസൈൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇത് തമ്മിൽ അടുത്തടുത്തുള്ള അല്ലെങ്കിൽ ഒരേ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ചാനൽസ് വരും, ഇന്റർഫറൻസ് വരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അഡ്ജസന്റ് സെൽസിന് എന്താണ് ഡിഫറെന്റ് ചാനൽസ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിമാൻഡ് അല്ലെങ്കിൽ ആ സർവീസിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ഈ ബേസ് സ്റ്റേഷൻസിന്റെ എണ്ണം നമുക്ക് നേരത്തെയൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ എന്താണ് ഒരു പഞ്ചായത്തിൽ 1-2 ടവറെ കണ്ടിരുന്നുള്ളൂ അല്ലെ, BTS അല്ലെങ്കിൽ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. ഇപ്പോൾ എന്താണ് യൂസേഴ്സ് കൂടി, അപ്പൊ എന്താണ് കൂടുതൽ ലൊക്കേഷനിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ബേസ് സ്റ്റേഷൻസ് സ്ഥാപിക്കേണ്ടി വന്നു. അങ്ങനെ എന്താണ് മൊബൈൽ യൂണിറ്റ് കപ്പാസിറ്റി, അതായത് ഒരു ചാനലിൽ അല്ലെങ്കിൽ ഒരു സെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന യൂസേഴ്സിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. എങ്ങനെ അല്ലെ, എങ്ങനെ എന്തിനെ അഫക്ട് ചെയ്യാതെ, വിത്തൗട്ട് ഇൻക്രീസിങ് ദി റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രം. അതായത് സ്പെക്ട്രം ഒരു തവണ വൺസ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാനോ ഒന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ അത് കൂട്ടാനോ ഇമ്പ്രൂവ് ചെയ്യാനോ പറ്റില്ല, അല്ലെങ്കിൽ അതിന് കോടികൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് അല്ലാതെ തന്നെ ആ അവൈലബിൾ ആയിട്ടുള്ള അലോട്ടഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത യൂസേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബേസ് സ്റ്റേഷന്റെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആ കപ്പാസിറ്റി അല്ലെങ്കിൽ ചാനൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് ആണ് സെല്ലുലാർ ജോമെട്രി. എന്താണ് സെല്ലുലാർ ജോമെട്രി എന്ന് പറഞ്ഞാൽ? ജോമെട്രി മീൻസ് ഷേപ്പ് അല്ലെ, സംതിങ് നമ്മൾ ജോമെട്രി അല്ലെ ജോമെട്രിക്കൽ ഷേപ്സ് എന്നൊക്കെ പറയും. അതായത് ഏതെങ്കിലും നമ്മളിപ്പം ഒരു സിവിൽ എഞ്ചിനീയർ ഒരു കെട്ടിടം പണിയണം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ, ഒരു കെട്ടിടത്തിന്റെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് ആദ്യം ചെയ്യുന്നത്, ഒരു പ്ലാൻ അല്ലെ, റൂമിന് ഒരു ഷേപ്പ് കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന ഷേപ്പ് അല്ലെങ്കിൽ പ്ലാൻ എലിവേഷൻ, അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ജോമെട്രി പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ സെല്ലുലാർ നെറ്റ്വർക്കിലെ RF ഡിസൈനേഴ്സ് അല്ലെങ്കിൽ അത് നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്, ഡിസൈനേഴ്സ്, RF ഡിസൈനേഴ്സ് ഒരു ജോഗ്രഫിക്കൽ ഏരിയ എങ്ങനെ അവർ കാണുന്നു. അപ്പൊ ഒരു ഏരിയ നമ്മൾ എന്താണ് കണക്കാക്കിയെങ്കിൽ അവിടെ എത്രമാത്രം യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം സിഗ്നൽ സ്ട്രെങ്ത് വേണം, അവിടെ എത്ര ബേസ് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഒരു ജോമെട്രി അവര് യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന ജോമെട്രിയാണ് സെല്ലുലാർ ജോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു സെല്ലുലാർ സിസ്റ്റത്തിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, എത്ര കോൾസ് വന്നാലും അതിന് പറ്റാവുന്ന അതിന്റെ കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എത്ര കോൾസ് വന്നാലും എന്താണ്, ദേ ഹാവ് ടു അക്കോമഡേറ്റ്, അതായത് ഇൻ എ മോസ്റ്റ് എഫിഷ്യന്റ് വേ വിത്തൗട്ട് അഫക്റ്റിംഗ് ഇറ്റ്സ് ക്വാളിറ്റി ഓഫ് സർവീസ്. അതിന്റെ കോളിന്റെ ഗ്രേഡോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ അഫക്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യണം, അത് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എല്ലാ സെല്ലുലാർ സിസ്റ്റം ഡിസൈൻ, എല്ലാ സെല്ലുലാർ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സും അതിന് എത്ര യൂസേഴ്സ് വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ് ഫ്രീക്വൻസി റീയൂസ് ആൻഡ് സെൽ സ്പ്ലിറ്റിംഗ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പഠിക്കാനുണ്ട്, എന്നാലും ഒന്ന് പറഞ്ഞു പോകാം. എന്താ ഫ്രീക്വൻസി റീയൂസ് എന്ന് പറഞ്ഞാല്? റീയൂസ് എന്ന് പറയാനാണ് വീണ്ടും യൂസ് ചെയ്യുക അല്ലെ, വീണ്ടും പുനരുപയോഗിക്കുക. അപ്പൊ എന്താണ് അത് വീണ്ടും യൂസ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി, അതായത് സെയിം ഫ്രീക്വൻസി, അതായത് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ യൂസ് ചെയ്യുന്ന സെയിം ഫ്രീക്വൻസി തന്നെ അത് തൊട്ടടുത്ത് അല്ലെ ഇന്റർഫറൻസ് വരാത്ത രീതിയിൽ വേറെ ഒരു സെല്ലിൽ, അതിൽ നിന്ന് അകലെയുള്ള ഒരു സെല്ലില് സെയിം ഫ്രീക്വൻസി തന്നെ യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? സെല്ല് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ജോഗ്രഫിക്കൽ ഏരിയയെ ഡിവൈഡ് ചെയ്യുന്നു അല്ലെ, സ്മോളർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഓരോ സെല്ലിനെ എന്ത് ചെയ്യുന്നു, വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ റീകോൺഫിഗറേഷൻ ഓഫ് എ സെൽ ഈസ് ടേം ടു ബി സെൽ സ്പ്ലിറ്റിംഗ്. അങ്ങനെ ഒരു സെല്ല് റീകോൺഫിഗർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ഒരു സെൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ഇറ്റ്സ് റെപ്രസെന്റ്സ് എ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയ. അവിടെ യൂസേഴ്സിനെയാണ് നമ്മൾ മൊബൈൽ സ്റ്റേഷൻസ് എന്നും ആ
ആ മൊബൈൽ സ്റ്റേഷന്റെ മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഡ്യൂട്ടിയാണ് അല്ലെ ഫംഗ്ഷൻ ആണ് എന്ത് ടു റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ് കോൾസ് അല്ലെ. ഒരു നെറ്റ്വർക്കിലൂടെ മൂവ് ചെയ്താലും എന്ത് ചെയ്യണം ആ അല്ലെങ്കിൽ മൊബൈൽ എന്ന് പറയാൻ കഴിയുന്ന മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അത്തരത്തിലുള്ള സിഗ്നൽസ് മൊബൈലായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കോൾ അല്ലെങ്കിൽ റിസീവ് ചെയ്യണം ട്രാൻസ്മിറ്റ് ചെയ്യണം. അതാണ് മൊബൈൽ സ്റ്റേഷന്റെ ഫങ്ഷൻസ് മെയിൻ ഫങ്ഷൻ. അതുപോലെ തന്നെ ഓരോ സെല്ലിനും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ ബേസ് സ്റ്റേഷൻ ആണ് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഇനഫ് ഫ്രീക്വൻസി ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത് ടു ദി മൊബൈൽ സ്റ്റേഷൻ. MS എന്ന് കൊടുത്തേക്കുന്ന മൊബൈൽ സ്റ്റേഷൻസിനാണ്. ഈ ബേസ് സ്റ്റേഷനെ എന്തും വേറൊരു പേരിലും അറിയപ്പെടുന്നതാണ് ഇറ്റ് ഈസ് ഓൾസോ ടേം ടു ദി സെൽ സൈസ്. എന്താണ് these base stations are linked to a mobile switching center or MSC, okay, which is responsible for controlling the calls. അതായത് ഒരു സ്വിച്ചിങ് സെന്റർ അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേ ആയിട്ട് അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് ഗേറ്റ് വേ അല്ലെങ്കിൽ വേറൊരു നെറ്റ്വർക്ക് ഇപ്പം ഡേറ്റ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ISDN എന്നൊക്കെ പറയും, ഇന്റഗ്രേറ്റഡ് ഡേറ്റ സർവീസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ PSTN, ഇതുമായിട്ടൊക്കെ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്ന നോഡാണ് അല്ലെങ്കിൽ പോയിന്റ് ആണ് മൊബൈൽ സ്വിച്ചിങ് സെന്റർ. ഇറ്റ് ഈസ് ടേം ടു ബി MSC, മൊബൈൽ സ്വിച്ചിങ് സെന്റർ. ആൻഡ് കമ്മിങ് ടു ദി സെല്ലുലാർ ജോമെട്രി, നമ്മൾ പറഞ്ഞു എന്താണ് ഒരു RF എഞ്ചിനീയർ ഒരു ജോഗ്രഫിക്കൽ ഏരിയയെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന് അദ്ദേഹം എന്താണ് ഒരു ഷേപ്പ് എഫക്റ്റീവായിട്ട് ഒരു ഏരിയ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്കറിയാം ഒരു ഏരിയ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പല ഷേപ്പ് എന്താണ് സർക്കിൾ ഉണ്ട് അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, ഹെക്സഗൺ ഉണ്ട്, പല ഷേപ്സ് ഉണ്ട്, പല പോളിഗൺ എന്താണ് ഒരുപാട് പോളിഗൺ അല്ലെങ്കിൽ എന്താണ് ജോമെട്രിക്കൽ ഷേപ്സ് നമുക്കുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സർക്കിൾ നമ്മൾ യൂസ് ചെയ്യും. സർക്കിൾ യൂസ് ചെയ്ത് എന്ത് പറ്റും, ഒരു സർക്കിൾ നമ്മൾ എടുക്കുമ്പോൾ എന്താണ് അതിനിടയിൽ വോയിഡ്സ് വരും അല്ലെങ്കിൽ വേക്കൻറ്റ് സ്പേസ് അല്ലെങ്കിൽ ഗ്യാപ്സ് വരും അല്ലെ. നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്താണ് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്താൽ ഈ ഏരിയ വരുന്ന ഒരു യൂസറിന് എന്ത് കിട്ടത്തില്ല, സിഗ്നൽ സ്ട്രെങ്ത് കിട്ടത്തില്ല അല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പല ഷേപ്സ് ഫോർ എക്സാമ്പിൾ റെക്ടാങ്കിൾ, സ്ക്വയർ, ഹെക്സഗൺ, അപ്പൊ അങ്ങനെ സ്പേസ് വരാത്ത രീതിയിലുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷേപ്സ് ആണ് എന്തൊക്കെ സ്ക്വയർ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആൻഡ് ഹെക്സഗൺ. ബട്ട് വി ആർ യൂസിങ് റെഗുലർ ഹെക്സഗണൽ ഷേപ്പ്, അതായത് 6 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഹെക്സഗണൽ ഷേപ്പ് ആണ് വി ആർ യൂസിങ് ഇൻ സെല്ലുലാർ ജോമെട്രി. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും കാരണം ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു ഗിവൺ ഒരു പോളിഗന്റെ സെന്ററിൽ നിന്നും ഏറ്റവും ഫാർത്തസ്റ്റ് പോയിന്റ് നമ്മളൊരു പോയിന്റ് ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെ നോക്കിയാൽ ഒരു സെന്റർ ഓഫ് പോളിഗണിൽ നിന്ന് അതിന്റെ ഫാർത്തസ്റ്റ് ഏറ്റവും അകലെയുള്ള പോയിന്റിലേക്ക് അല്ലെ പെരിമീറ്റർ പോയിന്റിലോട്ട് ഒരു ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ ഹെക്സഗണിനായിരിക്കും ഏറ്റവും കൂടുതൽ ഏരിയ. അതായത് ഇപ്പൊ സ്ക്വയർ കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയയെക്കാട്ടിലും കൂടുതലായിരിക്കും ഒരു ഹെക്സഗൺ യൂസ് ചെയ്താൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെക്സഗണൽ ഷേപ്പ് ഈസ് യൂസ്ഡ് ഫോർ സെല്ലുലാർ ജോമെട്രി. ആൻഡ് ദിസ് ഹെക്സഗണൽ ഷേപ്പ് കൊടുക്കാൻ വേറൊരു കാര്യങ്ങളുണ്ട്. ഇതിന്റെ പാറ്റേൺ അല്ലെങ്കിൽ നമ്മളൊരു ആന്റിന യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. ഒരു ബേസ് സ്റ്റേഷന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വരുന്ന റേഡിയേഷൻ പാറ്റേൺ സർക്കുലർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒമ്നി ഡയറക്ഷണൽ ആന്റിന യൂസ് ചെയ്താൽ നമുക്ക് കൂടുതൽ കവറേജ് അല്ലെങ്കിൽ മോസ്റ്റ് എഫക്റ്റീവ്ലി നമുക്ക് ആ ഏരിയ കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഹെക്സഗണൽ ഷേപ്പ് പറയുന്നത്. പിന്നെ ഈ സെല്ലുലാർ ജോമെട്രിയിൽ യൂസ് ചെയ്യുന്ന 2 ടേം ആണ് ഫുട് പ്രിന്റ്. എന്താണ് ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ ആക്ച്വൽ റേഡിയോ കവറേജ്, അതിനെ പറയുന്ന പേരാണ് ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സെല്ല് എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഇതിന്റെ ഈ ഫുട് പ്രിന്റിനകത്ത് വരുന്ന എല്ലാ സിഗ്നൽ അല്ലെങ്കിൽ എല്ലാ മൊബൈൽസിനെയും അല്ലെങ്കിൽ മൊബൈൽ യൂസേഴ്സിനെയും സെർവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ഒരു ഹെക്സഗൺ അല്ലെങ്കിൽ ഒരു സെൽ ജോമെട്രി നമ്മൾ ഡിസൈൻ ചെയ്യാം. പിന്നെ ഇതിനെ 2 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെന്റർ എക്സൈറ്റഡ് സെൽസ് എന്നും എഡ്ജ് എക്സൈറ്റഡ് സെൽസ്. അത് ഇത്രയേ ഉള്ളൂ. ബേസ് സ്റ്റേഷൻ ട്രാൻസ്മിറ്റർ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതായത് സെന്റർ ഓഫ് ദി സെൽ ആണെങ്കിൽ അതിനെ സെന്റർ എക്സൈറ്റഡ് സെൽ എന്നും, ബേസ് സ്റ്റേഷൻ ആന്റിന അതിന്റെ വെർട്ടെക്സ് അല്ലെങ്കിൽ എഡ്ജിലാണെങ്കിൽ അതിന് എന്ത് പറയുന്നു, എഡ്ജ് എക്സൈറ്റഡ് സെൽസ് എന്നും പറയുന്നു. ഇങ്ങനെ നമുക്ക് സെൽസിനെ ക്ലാസിഫൈ ചെയ്യാം. സെല്ലുലാർ ജോമെട്രിയിൽ ഹെക്സഗണൽ ഷേപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെക്സഗണൽ ഷേപ്പ് യൂസ് ചെയ്യാൻ കാര്യം അതിനകത്ത് ഒന്ന് വോയിഡ്സ് വരത്തില്ല. പിന്നെ ഒരു ഗിവൺ ഡിസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന പോളിഗണൽ അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിനാണ് ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നത്. 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്, സെന്റർ എക്സൈറ്റഡ് സെൽസും എഡ്ജ് എക്സൈറ്റഡ് സെൽസും. ദാറ്റ് മീൻസ് എവിടാണോ ബേസ് സ്റ്റേഷൻ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ട്രാൻസ്സീവർ സ്ഥിതി ചെയ്യുന്നത്, സെന്ററിലാണെങ്കിൽ സെന്റർ ഓഫ് ദി സെൽ ആണെങ്കിൽ അതിനെ സെന്റർ എക്സൈറ്റഡ് സെൽസ് എന്നും, വെർട്ടെക്സിൽ അല്ലെങ്കിൽ എഡ്ജിലാണെങ്കിൽ അതിനെ എഡ്ജ് എക്സൈറ്റഡ് സെൽസ് എന്നും പറയുന്നു. അപ്പൊ ഇത്രയും പഠിപ്പിച്ച പോർഷൻസിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. പ്രജിത്ത്.
ഹലോ സർ, ആസ് ഓഫ് നൗ നമുക്ക് ക്വസ്റ്റ്യൻസ് ആരും ചോദിച്ചു കണ്ടിട്ടില്ല. കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു സർ. ലാസ്റ്റ് 10 മിനിറ്റ്സ് നമുക്ക് Q&Aക്ക് വേണ്ടി മാറ്റിവെക്കാം. ശരി ആയിക്കോട്ടെ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റീയൂസ്. നമ്മൾ പറഞ്ഞു ഒരു സെല്ലുലാർ നെറ്റ്വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ് ആണ് ഫ്രീക്വൻസി റീയൂസും സെൽ സ്പ്ലിറ്റിങ്ങും. അപ്പൊ എന്താണ് ഫ്രീക്വൻസി റീയൂസ്? നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറഞ്ഞാൽ? ഒരു സെൽ, ഇപ്പൊ നമ്മളിവിടെ എന്താണ് ഹെക്സഗണൽ ഷേപ്പിലുള്ള കുറെ സെൽസുകൾ അല്ലെ, ഒരു ഏരിയ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കാണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ ബോൾഡ് ആയിട്ടുള്ള പോർഷൻസ് കണ്ടോ? ഈ ബോൾഡ് ആയിട്ടുള്ള പോർഷൻസിനെയാണ് ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസ്. അതായത് ഒരു ഏരിയ ഡിവൈഡ് ചെയ്യുന്ന സ്മോളർ സൈസ്ഡ് ഏരിയക്ക് പറയുന്ന പേരാണ് എന്ത്? ഇസ് റെഫേർഡ് ടു ആസ് എ സെൽ. ആൻഡ് ദിസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഈസ് ടേംഡ് ടു ബി എ ക്ലസ്റ്റർ. അതായത് ഇവിടെ എത്ര സെൽസ് ഉണ്ട്? ABCD അപ് ടു G. അതായത് 7 സെൽസ് ഉണ്ട് അല്ലെ. 7 സെൽസ് ആയിട്ട് ഡിവൈഡ്. അപ്പൊ 7 സെല്ല് കൂടിച്ചേരുന്നതാണ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്താണ് എന്ത് പറയുന്നത്? ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തേക്കുന്ന ഇവിടെ 7 സെൽസ് ചേർന്ന്. അപ്പം ഈ ഓരോന്ന്, അതായത് ഓരോ ലെറ്റർ, ഇപ്പൊ A എന്ന് കൊടുത്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ചാനൽ ഗ്രൂപ്പ്സ് അസൈൻ ചെയ്തേക്കുന്നു. B എന്ന് കൊടുത്ത് വേറെ അല്ലെങ്കിൽ അനദർ സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് അസൈൻ ചെയ്തേക്കുന്നു. അങ്ങനെ ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പ്രോസസ് ബൈ അലോക്കേറ്റിംഗ് ചാനൽ ഗ്രൂപ്പ്സ് ഫോർ ഓൾ സെല്ലുലാർ ബേസ് സ്റ്റേഷൻ. ഒരു സെല്ലുലാർ ബേസ് സ്റ്റേഷനെ എന്ത് ചെയ്യുന്നത്? ചാനൽസ് അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ? ഇപ്പൊ ഇവിടെ ഈ A വേറൊരു എയുമായിട്ട് എന്ത് വരുന്നില്ല? ഇന്റർഫറൻസ് വരുന്നില്ല, അല്ലെങ്കിൽ അത് അഡ്ജസന്റ് സെല്ലായിട്ട് ഒരിടത്തും വരുന്നില്ല. അങ്ങനെ ഇന്റർഫറൻസ് അതെ ഒരേ ഫ്രീക്വൻസി തന്നെ പല ഏരിയയിൽ യൂസ് ചെയ്യുന്നതിന് പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി റീയൂസ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് ഫ്രീക്വൻസി പ്ലാനിങ്. അപ്പം ഈ ഒരേ ലെറ്റേഴ്സ് അല്ലെങ്കിൽ A എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന ലെറ്റർ കൊടുത്തിരിക്കുന്നതാണ് സെയിം സെൽ അല്ലെങ്കിൽ സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി സെല്ല്. B എന്ന് പറഞ്ഞാൽ വേറൊരു സെറ്റ് ഓഫ്. അങ്ങനെ 7 സെറ്റ് ഓഫ് ചാനൽസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്ലസ്റ്റർ സൈസ് എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇതിന്റെ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ ഈസ് 1/7. അതായത് ഓരോന്നും എന്താണ് ആ 7-ൽ ഒരെണ്ണം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവൈലബിൾ ചാനൽസ് 7 ഉണ്ട്. ആ ഔട്ട് ഓഫ് 7 ദേ ആർ യൂസിങ് എനി വൺ ചാനൽ. ഓരോ സെല്ലും ഏതെങ്കിലും ഒരു സിംഗിൾ ചാനൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താണ് ഡിസൈൻ പ്രോസസ് അല്ലെങ്കിൽ പറയുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി റീയൂസ്. അതായത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ നമ്മൾ പല സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ സെല്ലിനും എന്താണ്? പല ചാനൽസ് അലോക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു സെല്ലിലെ ഫ്രീക്വൻസി മറ്റൊരു സെല്ലിനെ എന്ത് ചെയ്യുന്നില്ല? ഇന്റർഫിയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് തൊട്ടടുത്ത രീതിയിൽ വരാത്ത രീതിയിൽ നമ്മൾ ഒരു ചാനൽ ഫ്രീക്വൻസി തന്നെ മറ്റൊരു ലൊക്കേഷനിൽ യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി റീയൂസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി പ്ലാനിങ്. അപ്പോൾ അങ്ങനെ വരുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പറയുന്ന പേരാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. എത്രമാത്രം യൂസ് ചെയ്യുന്നത്, എത്ര സെൽസ് ഉണ്ടോ അതിന്റെ ആ റേഷ്യോയെ പറയുന്ന പേരാണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ ചാനൽസ്. ഇവിടെ 7 ആണ്. ഔട്ട് ഓഫ് ദിസ് 7 how many channels are used or how many channels are allocated to a single cell? It is known as frequency reuse factor. Means here there are 7 channels, and out of these 7 a single channel is used in a particular cell, and so the frequency reuse factor here is 1/7. Next, frequency reuse ne nammal engane represent ചെയ്യും ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പ്രോബ്ലംസ് ഒന്നും ഇതുവരെ എക്സാമിന് ഈ ഭാഗത്തൊന്നും ചോദിച്ചിട്ടില്ല, എങ്കിലും നമ്മളൊരു എക്സാമ്പിൾ നോക്കിയിട്ട് പോകാം. അതേപോലെ തന്നെ ഈ ടേംസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളേ ഉള്ളൂ. ആ ചോദ്യം മനസ്സിലാക്കിയിട്ട് ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏതൊക്കെ ടേംസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പം ഇവിടെ ഒരു ചോദ്യത്തേക്ക് കൺസിഡർ എ സെല്ലുലാർ സിസ്റ്റം വിച്ച് ടോട്ടൽ നമ്പർ ഓഫ് S ഡ്യൂപ്ലെക്സ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ ചാനൽസിന് പറയുന്ന അല്ലെ ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ S. അതേപോലെ ഓരോ സെല്ലിനും അലോക്കേറ്റഡ് എ ഗ്രൂപ്പ് ഓഫ് K ചാനൽസ് ആൻഡ് ദിസ് വാല്യൂ ഓഫ് K ഷുഡ് ബി ലെസ് ദാൻ S. കാരണം എന്താണ്? S എന്ന് പറഞ്ഞാൽ ടോട്ടൽ അവൈലബിൾ ചാനലാണ്. അപ്പൊ അതില് ഒരു സെല്ലിന് അലോക്കേറ്റ് ചെയ്യുന്ന ചാനലിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് K. അപ്പോൾ എന്താണ് ഇപ്പോഴും എന്താണ്? K ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ S അല്ലെ. ആൻഡ് ദിസ് S ചാനൽസ് ആർ ഡിവൈഡഡ് ഇൻടു N സെൽസ്. അതായത് യുണീക്ക് ആയിട്ട് വേറെ രീതിയിൽ റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ N സെൽസിന് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ റേഡിയോ ചാനൽസിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ടോട്ടൽ ഡ്യൂപ്ലെക്സ് ചാനൽ S അല്ലെ,
അതിൽ കെ ചാനൽസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ n സെൽസ് ഉണ്ട്. അപ്പൊ എന്താണ് n ഇൻറ്റു കെ, അതായിരിക്കും എന്ത് ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ്, ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു n. ഇനി ഇതുപോലെ നമ്മൾ പറഞ്ഞു, ഇതുപോലെ n സെൽസ് ചേർന്നാണ് എന്തുണ്ടാകുന്നത്, ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നത് പറഞ്ഞു. അപ്പോ ഒരു ക്ലസ്റ്റർ പിന്നെ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നേരത്തെ കണ്ട ഫിഗറിനകത്ത് ABCDEFG വരെ ഉണ്ട്. ഈ ക്ലസ്റ്റർ തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതേപോലെ നമ്മൾ ഇത്രയും വരുന്ന ക്ലസ്റ്റർ എന്ത് ചെയ്യുന്നു, m ടൈംസ്, വേറെ ഇപ്പൊ 1, 2, 3, 4 അല്ലെങ്കിൽ എന്താണ് പല 4, 7, 12, അതായത് നോർമൽ സൈസ് ഡിസൈനിൽ യൂസ് ചെയ്യുന്ന സൈസ്, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സൈസ് 4, 7 or 12 അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ക്ലസ്റ്റർ m ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഡ്യൂപ്ലക്സ് ചാനൽ അല്ലെ ടോട്ടൽ ചാനൽ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് SC, അതിനെ എങ്ങനെ ചെയ്യാം, അത് k ഇൻറ്റു n ആണ് ടോട്ടൽ ചാനൽ, അത് m ടൈം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ m ഇൻറ്റു k ഇൻറ്റു n. ഈ k ഇൻറ്റു n എന്ന് പറയുന്നത് എന്താണ്, s എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ സോ വി ക്യാൻ റിട്ടൺ ആസ് SC ഈക്വൽ ടു m ഇൻറ്റു s ഓർ m ഈക്വൽ ടു m ഇൻറ്റു k ഇൻറ്റു n. ഒന്നുകൂടെ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഫ്രീക്വൻസി റീയൂസിന്റെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ, അല്ലെങ്കിൽ എത്ര ചാനൽ അല്ലെങ്കിൽ ചാനൽ കപ്പാസിറ്റി മെഷർ ചെയ്യാൻ ഒരു പ്രോബ്ലം ഇതുവരെ അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് എന്താണ് എസ് ഡ്യൂപ്ലെക്സ് ചാനൽ, ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് എന്ന് പറഞ്ഞാൽ എസ് ആണ്. അതിൽ അലോക്കേറ്റഡ് ഗ്രൂപ്പ് കെ ചാനൽസ് ആണ്. അപ്പോൾ അത് ഒബ്വിയസ്ലി കെ ഷുഡ് ബി ലെസ് ദാൻ എസ് ആൻഡ് there are n disjoint or unique cells. So the total available channels can be represented as S equal to this k into n, and this complete cells or complete group of cells is known as a cluster, and this cluster is repeated m times. We can write, we can express the total channel capacity C, or C can be expressed as C equal to m into k into n, where k into n equal to s, so we can write C equal to m into s. അപ്പം ഈ ഒരു ആ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ചാനൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു, എത്ര തവണ ഒരു ക്ലസ്റ്റർ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ. ഒരു ഏരിയയിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു, ഒന്നെങ്കിൽ 4 തവണ ആയിരിക്കാം, അല്ലെങ്കിൽ 7 തവണ ആയിരിക്കാം, അല്ലെങ്കിൽ 12 അല്ലെ 12 ടൈംസ് ആയിരിക്കാം. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ക്ലസ്റ്റർ സൈസ്. അതിന്റെ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലസ്റ്റർ സൈസ്, നോർമലി ക്ലസ്റ്റർ സൈസ് ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 12 ആയിരിക്കും അല്ലെ. ഇനി 2 കേസ് വരെയാണ്. ഇപ്പൊ ക്ലസ്റ്റർ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു, ക്ലസ്റ്റർ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു, അല്ലെ എത്ര സെൽസ് ഒരു ക്ലസ്റ്ററിൽ 4 എണ്ണം എന്നുള്ളത് കുറയ്ക്കുന്നു, അല്ലെ 7 എണ്ണം എന്നുള്ളത് 5 എണ്ണം ആക്കുന്നു അല്ലെ. if 7 is reduced to 5 and cell size kept constant, സെല്ലിന്റെ സൈസ് കോൺസ്റ്റന്റ് ആക്കുക. അപ്പൊ എന്ത് പറ്റും, കൂടുതൽ ക്ലസ്റ്റർ വേണം നമുക്ക് ഒരു ഏരിയ കവർ ചെയ്യാൻ അല്ലെ. അതേപോലെ അല്ലെങ്കിൽ വേറൊരു കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് സെൽസ് ക്ലസ്റ്ററിന്റെ സൈസ് കുറയ്ക്കും തോറും കൂടുതൽ അല്ലെങ്കിൽ m കൂടുതൽ വേണം ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ. പിന്നെ ഒരു ലാർജ് ക്ലസ്റ്റർ സൈസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ എന്ത് തമ്മിലുള്ള റേഷ്യോ, സെല്ലിന്റെ റേഡിയസും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോ ചാനൽസ്. കോ ചാനൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും പറയുന്നുണ്ട് എന്താണ്, ഒരേ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന ചാനൽസിന് പോലെ ഒരേ ചാനൽസ് യൂസ് ചെയ്യുന്ന 2 സെൽസിന് പറയുന്ന പേരാണ് കോ ചാനൽ സെൽസ്. ഇത് തമ്മിലുള്ള റേഷ്യോ, ആ സെല്ലിന്റെ റേഡിയസും കോ ചാനൽ സെൽസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്ലസ്റ്റർ സൈസ് ആണ്. അത് അങ്ങനത്തെ ക്ലസ്റ്റർ സൈസ് കൂടിയാൽ ഇത് തമ്മിലുള്ള റേഷ്യോ കുറയും അല്ലെ. ക്ലസ്റ്ററിന്റെ സൈസ് കൂടുന്തോറും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നു. അപ്പൊ അത് തമ്മിലുള്ള ആ വാല്യൂസ് തമ്മിലുള്ള റേഷ്യോസ് എന്ത് വരും, ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ആവുന്നു. അതായത് ഡിനോമിനേറ്റർ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ ആ റേഷ്യോയുടെ വാല്യൂ കുറയുക എന്നുള്ളതാണ് അല്ലെ. അപ്പം ക്ലസ്റ്റർ സൈസ് കൂടുന്തോറും ഇത് തമ്മിലുള്ള സെൽ റേഡിയസും അല്ലെ ഡിസ്റ്റൻസ് തമ്മിൽ, അതായത് കോ ചാനൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടെ ഉള്ള റേഷ്യോയുടെ വാല്യൂ കുറയും. കോ ചാനൽസ് എന്ന് പറയുന്നത് എന്താണ്, ഒരേ ചാനൽസ് അല്ലെങ്കിൽ ഒരേ ഫ്രീക്വൻസീസ് യൂസ് ചെയ്യുന്ന ചാനൽസ് യൂസ് ചെയ്യുന്ന 2 സെൽസിനെ പറയുന്ന പേരാണ് കോ ചാനൽ സെൽസ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ഒന്ന് നോക്കാം. എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക, ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്, a total of 33 megahertz of bandwidth. അതായത് ടോട്ടൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 33 മെഗാഹെർട്സ് ആണ്. അതേപോലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർക്കുക, യൂണിറ്റ്സുകളെല്ലാം സെയിം ഡയമെൻഷനിലാക്കുക. മെഗാഹെർട്സ് കിലോഹെർട്സ് ആണെങ്കിൽ 2 അല്ലെങ്കിൽ ഒന്നിൽ 10⁻³ കിലോഹെർട്സിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 10⁻⁶ ആകുമ്പോൾ ഈ 25 കിലോഹെർട്സിനെ എന്തിലോട്ട് മാറ്റണം,
ഹെഡ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് വേണം ചെയ്യാൻ. അത് എല്ലാവർക്കും അറിയാമെന്നാണ്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇഫ് അലോക്കേറ്റഡ് ടു എ പർട്ടിക്കുലർ FDD ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലെക്സ് എന്നാണ്, അതിലൊന്നും കാര്യമില്ല. ഡ്യൂപ്ലെക്സ് സെല്ലുലാർ സിസ്റ്റം, നമ്മൾ സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റത്തിൽ ഫുൾ ഡ്യൂപ്ലെക്സ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഫ്രീക്വൻസി ഡിവിഷൻ മെത്തേഡ് ആണ്, അല്ലെ മൾട്ടിപ്ലെക്സിംഗ് ഡ്യൂപ്ലെക്സ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ക്വസ്റ്റ്യൻസിനെ അല്ലെ സൊല്യൂഷനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ അല്ല. പിന്നെന്താണ് ഇറ്റ് യൂസസ് 225 kHz സിംപ്ലക്സ്. അപ്പൊ അത് ശ്രദ്ധിക്കണം, 2 25 kHz ഉള്ള സിംപ്ലക്സ് ചാനൽ. അപ്പൊ ഒരു ചാനലിന്റെ ആണ് 25 kHz, അങ്ങനെ രണ്ടെണ്ണം ആകുമ്പോൾ 2 × 25 50 kHz വരും. ടു പ്രൊവൈഡ് ഫുൾ ഡ്യൂപ്ലെക്സ് വോയിസ് ആൻഡ് കൺട്രോൾ. അതായത് നമുക്കൊരു സെല്ലുലാർ നെറ്റ്വർക്കിൽ വി റിക്വയർ നോട്ട് ഓൺലി ദ വോയിസ് ചാനൽസ് ബട്ട് ഓൾസോ വി റിക്വയർ കൺട്രോൾ ചാനൽസ്. അതായത് ഈ കോൾ പ്രോഗ്രസിനെ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിനെയോ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? കൺട്രോൾ ചാനൽസ് വേണം. അപ്പൊ ഇതാണ് ചോദ്യം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും ഡേറ്റ തന്നിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം ചോദ്യത്തില്? കമ്പ്യൂട്ട് ദി നമ്പർ ഓഫ് ചാനൽസ് അവൈലബിൾ പെർ സെൽ. ഒരു സെല്ലിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ചാനൽസ് എങ്ങനെ? ഇഫ് എ സിസ്റ്റം യൂസസ് 4 cell 7 cell ആൻഡ് 12 cell റീയൂസ്. നമ്മൾ പറഞ്ഞു 4 7 12 ഇതാണ് ക്ലസ്റ്റർ സൈസ് റീയൂസ് ഫാക്ടർ വരുന്നത്, കോമൺലി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ 3 കോണ്ടെക്സ്റ്റിലും എത്രമാത്രം അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ചാനൽസ് അവൈലബിൾ ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു പോർഷൻ ഉണ്ട്, ഇഫ് 1 MHz ഓഫ് അലോക്കേറ്റഡ് സ്പെക്ട്രം ഈസ് ഡെഡിക്കേറ്റഡ് ടു കൺട്രോൾ ചാനൽസ്. അതായത് ഈ ടോട്ടൽ ഉള്ള ഇതിൽ നിന്നും എന്താണ് 1 MHz എന്തിനു വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു? കൺട്രോൾ ചാനൽസിലോട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമൈൻ ആൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺട്രോൾ ചാനൽസ് ആൻഡ് വോയിസ് ചാനൽസ് ഇൻ ഈച്ച് സെൽ. അങ്ങനെ 1 MHz ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്പെക്ട്രത്തിൽ നിന്ന് 1 MHz കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചാനൽസിന് വേണ്ടി മാറ്റി വെച്ചാൽ ഒരു 4 cell റീയൂസ് സിസ്റ്റത്തിൽ എത്ര നമ്പർ ഓഫ് കൺട്രോൾ ചാനൽസും വോയിസ് ചാനൽസും ഉണ്ട് അല്ലെ? അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ അതിന്റെ സൊല്യൂഷനിലോട്ട് കിടക്കുമ്പോൾ എന്താണ് ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എത്ര തന്നിട്ടുണ്ട്? 33 MHz ആണ് തന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ ബാൻഡ് വിഡ്ത്ത്, അതായത് സിംപ്ലക്സ് ചാനൽ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, ഈച്ച് ഹാവിംഗ് 25 kHz ഓഫ് ബാൻഡ് വിഡ്ത്ത്. അപ്പം ഫ്രീക്വൻസി അപ്പം എത്ര ഉണ്ട് ചാനൽ ബാൻഡ് വിഡ്ത്ത്? 25 × 2 എന്ത് വരും? 50 kHz എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ടോട്ടൽ അവൈലബിൾ ചാനൽസ്, അതായത് മൊത്തം സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 31 MHz ആണ്. അതിൽ നമുക്ക് വേണ്ടത് 50 kHz ആണ്. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യുക, എന്താണ് 33 MHz ആണ്, ഇത് കിലോഹെർട്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതിനെ കിലോഹെർട്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ 33 MHz-നെ കിലോഹെർട്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 33 × 10⁻³ അപ്പൊ 33,000 ഡിവൈഡഡ് ബൈ, ഇത് കിലോഹെർട്സിൽ തന്നെയാണ്, ഡിവൈഡ് ബൈ 50. അപ്പൊ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? 650 ചാനൽസ്, 660 ചാനൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി എന്താണ്? ഓരോ ക്ലസ്റ്റർ സൈസിൽ n = 4 ആകുമ്പോൾ എത്രയാണ്? n = 7, n = 12. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് 660 ചാനൽസ് എന്ന് പറഞ്ഞു. അപ്പം 4 ചാനൽ റീയൂസ് ആകുമ്പോൾ എന്ത് വരും? 660 ഡിവൈഡ് ബൈ 4 165 point something വരും. അപ്പൊ അതിനെ തൊട്ടടുത്ത ഓൾ നമ്പേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ n7 ആകുമ്പോൾ 660 ഡിവൈഡ് ബൈ 7 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 95 channels, and for n = 12 this 660 divided by 12 and we can calculate this as 55 channels. അപ്പോൾ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് 1 MHz സ്പെക്ട്രം എന്തിനു വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു? കൺട്രോൾ ചാനൽസിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ എത്ര ചാനൽസ് ഉണ്ട്? നമുക്ക് ടോട്ടൽ 1 MHz ആണ് അല്ലെ? 1 MHz എന്ന് പറയുമ്പോൾ എത്ര ഹെർട്സ് ആണ്? എത്ര കിലോഹെർട്സ് ആണ്? 1000 kHz. അപ്പൊ അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 50 kHz ആണ്. 1000 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുന്നത് എന്താണ്? 20 കൺട്രോൾ ചാനൽസ് ഉണ്ട്. നമുക്ക് എത്ര മൊത്തം എത്ര ചാനൽസ് അവൈലബിൾ ആയിട്ടുണ്ട്? 660 ചാനൽസ് ഉണ്ട്. അതിൽ 20 ചാനൽസ് 20 ചാനൽസ് എന്തിനു വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു? കൺട്രോൾ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ കൺട്രോൾ ചാനൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മൾ ഇതിൽ ഡിസൈൻ ശ്രദ്ധിക്കുക, നമുക്ക് എത്രമാത്രം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം ഈക്വൽ വോയിസ് ചാനൽസ് അലോക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. അപ്പൊ എന്താണ്? 660 ചാനൽസിൽ 640 എണ്ണം മാത്രമേ ഉള്ളൂ. കാരണം എന്താ? 20 എണ്ണം ഇതിനോട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നു, കൺട്രോൾ ചാനൽസ് ആയിട്ട് ഡെഡിക്കേറ്റ്. ബാക്കി അല്ലെങ്കിൽ ബാലൻസ് എത്ര ഉണ്ട്? 640 ചാനൽസ് ഉണ്ട് അല്ലെ? അപ്പോ ഒരു സെല്ലില് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ എത്ര സെൽസ് ഉണ്ട്? നമുക്ക് എത്ര കൺട്രോൾ ചാനൽസ് ഉണ്ട്? 20. എത്ര സെൽ സൈസ്? 4. അപ്പം 20 ഡിവൈഡഡ് ബൈ 4 അപ്പൊ എത്രയാണ്? 5 കൺട്രോൾ ചാനൽസ് ഉണ്ട്. ഈ 640 ഡിവൈഡഡ് ബൈ 4 അപ്പൊ എന്ത് വരും? 160.
അതായത് ടോട്ടൽ 660, അതിൽ നിന്ന് -20 മൈനസ് ചെയ്യുന്നു, ബാക്കി റിമൈനിങ് 640 ചാനൽസ്. ഔട്ട് ഓഫ് ദിസ് divided by 640 divided by 4, we can get 160 voice channels per cell. ഇതാണ് ഒരു സിമ്പിൾ എക്സസൈസ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടില്ല, എന്തെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജീസ്. നമ്മൾ എങ്ങനെ ചാനൽസ് അസൈൻ, എന്തിനാ ചാനൽ അസൈൻമെന്റ്സ് എന്ന് പറയാൻ എന്താണ്, എങ്ങനെ നമുക്ക് ഒരു കോള് മാനേജ് ചെയ്യാം, അതായത് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെ ഒരു കോള് മാനേജ് ചെയ്യാം, അതിനെ ഡിനോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രതിപാദിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജീസ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു ആസ് ഫിക്സഡ് ആൻഡ് ഡൈനാമിക് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജി. എന്താ ഫിക്സഡ് ആൻഡ് ഡൈനാമിക്? ഫിക്സഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെല്ലിന് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ വോയിസ് ചാനൽസ് അലോക്കേറ്റ് ചെയ്യും, ഫിക്സഡ് ആണ്, അതിന് പറയുന്ന പേരാണ് ഫിക്സഡ് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജി. അപ്പം അതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഏതൊരു കോൾ അറ്റംപ്റ്റ് വന്നാലും എന്താണ്, അൺയൂസ്ഡ് ആയിട്ടുള്ള ചാനൽസ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെല്ലിലുള്ള യൂസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ വേക്കന്റ് ആയിട്ടിരിക്കുന്ന ചാനൽസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെൽസിന് അല്ലെങ്കിൽ ഓഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കോൾ അറ്റംപ്റ്റ് വന്നാൽ. ഇപ്പം ഒരു സെല്ലിലെ എല്ലാ ചാനൽസും ഒക്യുപ്പൈഡ് ആണ്, എന്ത് പറ്റും, അവിടെ ഒരു കോൾ വന്നാൽ അത് ബ്ലോക്ക് ആയി പോകും, അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബറിന് അല്ലെങ്കിൽ ആ യൂസറിന് ആ സർവീസ് കിട്ടില്ല, ആ കോള് ബ്ലോക്ക് ആയി. അപ്പൊ അതാണ് ഫിക്സഡ് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജിയുടെ ഒരു ഡ്രോബാക്ക്. എന്താണ്, നേരത്തെ തന്നെ ഒരു സെല്ലിന് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു വോയിസ് ചാനൽസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു, അതിനെ പറയുന്ന പേരാണ് ഫിക്സഡ് ചാനൽ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് ചാനൽ അസൈൻമെന്റിൽ തന്നെ വേറൊരു സ്ട്രാറ്റജി ഉണ്ട്, ബോറോയിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു സെല്ലിലെ എല്ലാ ചാനൽസും യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ഒക്യുപ്പൈഡ് ആണെങ്കിൽ ആ കോള് ബ്രേക്ക് ആവും അല്ലെങ്കിൽ ആ കോള് ബ്ലോക്ക് ആവും എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നു, നെയ്ബറിംഗ് സെൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സെൽസിൽ വേക്കന്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ബോറോ ചെയ്യുന്നു, അതിനെ പറയുന്ന പേരാണ് ബോറോയിങ് സ്ട്രാറ്റജി. അത് കൺട്രോൾ ചെയ്യുന്നത് MSC ആണ്, മൊബൈൽ സ്വിച്ചിങ് സെന്റർ ആണ്. അത് എന്ത് ചെയ്യുന്നു, ഈ ബോറോയിങ് പ്രൊസീജിയറിനെ മോണിറ്റർ ചെയ്യും. എന്തിനാ മോണിറ്റർ ചെയ്യുന്നത്, ഇങ്ങനെ ബോറോ ചെയ്താലും എന്ത് പറ്റരുത്, അവിടെ ആ ഒരു ഡിസ്റപ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ചാനൽ ഇന്റർഫറൻസോ അല്ലെങ്കിൽ ആ കോളില് അല്ലെങ്കിൽ ആ ഡോണർ സെല്ലിൽ ഉണ്ടായിരുന്ന ഓൺഗോയിങ് കോളിനോ എന്ത് ഒരു ദോഷോ അല്ലെങ്കിൽ അതിന് ബ്ലോക്ക് ആവുന്ന അല്ലെങ്കിൽ അതിനെ ഇന്റർഫെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും ബോറോയിങ് സ്ട്രാറ്റജി. അപ്പൊ അത് എൻഷുർ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ സ്വിച്ചിങ് സെന്റർ അല്ലെങ്കിൽ MSC ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജി ഇസ് ടേം ടു ബി ഡൈനാമിക് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജി. എന്ന് പറയുന്നത് എന്താണ്, ഇൻ ഫിക്സഡ് പ്രീ ഡിറ്റർമൈൻഡ് വോയിസ് ചാനൽസ് ആർ അസൈൻഡ്, whereas in dynamic assignment strategy these voice channels are not allocated to different cells permanently. അത് പെർമനന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നില്ല. അത് എപ്പോഴാണ്, ഇൻസ്റ്റഡ് ഫോർ ഈച്ച് ടൈം എ കോൾ റിക്വസ്റ്റ് ഈസ് മേഡ്, എപ്പോഴൊക്കെയാണോ ഒരു കോൾ റിക്വസ്റ്റ് വരുന്നത് ഈ ബേസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു, ആ MSCയിലോട്ട് റിക്വസ്റ്റ് കൊടുക്കും, എന്നിട്ട് ആ MSC അവിടെ വേറൊരു ചാനലിലെ കോളിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, ആ MSC ഒരു ചാനൽ അലോക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് അലോങ് വിത്ത് ആൻ അൽഗോരിതം, ഒരു അൽഗോരിതവും കാണും. ഇതിനുണ്ട് അൽഗോരിതം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അങ്ങനെ എടുത്താൽ അവിടെ ആ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കോൾ വന്നാൽ അത് ബ്ലോക്ക് ആകുമോ, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ്, ചാനൽ ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ അതർ അല്ല എന്താണ് ഈ നെറ്റ്വർക്കിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ പാരാമീറ്റേഴ്സും റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അൽഗോരിതം ഇതിനൊപ്പം അലോക്കേറ്റ് ചെയ്യും. അപ്പൊ എന്നിട്ടായിരിക്കും MSC ഇത് അസൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ MSC എന്ത് ചെയ്യുന്നു, ഈ ഗിവൺ ഫ്രീക്വൻസി അത് പ്രസന്റ്ലി യൂസ് അല്ലെങ്കിൽ ആ സെൽസ് എന്താണ് വേറെ പ്രശ്നമൊന്നും ഇല്ല അല്ലെങ്കിൽ ആ ഇന്റർഫറൻസ് വരാത്ത രീതിയിലാണ്, അത് നമ്മളുടെ ഡിസ്റ്റൻസ് ഓക്കെ ആണ് അല്ലെങ്കിൽ കോ ചാനൽ ഇന്റർഫറൻസ് വരത്തില്ല എന്ന് എൻഷുർ ചെയ്തതിനു ശേഷം ആ MSC ആ ചാനലിനെ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ ആ കോളിന് വേണ്ടിയിട്ട് അലോ ചെയ്യുന്നു. അതിന്റെ പറയുന്ന പേരാണ് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജീസ്. And this can be divided into two as fixed and dynamic. Fixed means എന്താണ്, ഒരു ഫിക്സഡ് പ്രീ ഡിറ്റർമൈൻഡ് വോയിസ് ചാനൽസ് നേരത്തെ അലോക്കേറ്റ് ചെയ്യുന്നു, അവിടെ അൺയൂസ്ഡ് ആയിട്ടുള്ള ചാനൽസ് ഇല്ലെങ്കിൽ എന്ത് വരും, the call will be blocked, അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബറിന് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡൈനാമിക് സ്ട്രാറ്റജി മീൻസ് അത് പെർമനന്റ് ആയിട്ട് കൊടുക്കുന്നില്ല, ബേസ്ഡ് ഓൺ ആൻ അൽഗോരിതം അല്ലെങ്കിൽ റിക്വസ്റ്റിനെ ബേസ് ചെയ്താണ് ഡോണർ സെല്ലിന് യാതൊരുവിധ കോംപ്ലിക്കേഷനും ഉണ്ടാകില്ല അല്ലെങ്കിൽ ആ
കോളിലെ ആ സെല്ലിലെ ഓൺഗോയിങ് കോൾസിന് യാതൊരു പ്രോബ്ലവും ഇല്ല എന്ന രീതിയിൽ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ MSc ചാനൽ അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അത്തരത്തിലുള്ള ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജിക്ക് പറയുന്ന പേരാണ് ഡൈനാമിക് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജി. നെക്സ്റ്റ് ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ പ്രോസസ്സാണ്. ഒരു മൊബൈൽ എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുകയായിരിക്കും, നമ്മൾ അല്ലെങ്കിൽ കാറിൽ അല്ലെങ്കിൽ നടന്നുകൊണ്ട് യാത്ര ചെയ്യും, അല്ലെങ്കിൽ വണ്ടിയിൽ അല്ലെങ്കിൽ കാറിൽ ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് ട്രാവൽ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഓൺഗോയിങ് കോളിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഹാൻഡ് ഓഫ്, അതായത് ഒരു കോള് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് MSc ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫേഴ്സ് ദി കോൾ ടു എ ന്യൂ ചാനൽ ബിലോങ്ങിങ് ടു ദി ന്യൂ ബേസ് സ്റ്റേഷൻ. പുതിയൊരു ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പുതിയൊരു സെല്ലിലെ പുതിയൊരു ബേസ് സ്റ്റേഷനിലെ പുതിയൊരു ചാനലിലോട്ട് ഓൺഗോയിങ് കോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഹാൻഡ് ഓഫ് എന്താണ്, സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യണം. അത് എപ്പോഴും വേണ്ട, ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യുക. നെക്സ്റ്റ്, സിസ്റ്റം ഡിസൈനേഴ്സ് ഹാവ് ടു മസ്റ്റ് സ്പെസിഫൈ ആൻ ഒപ്റ്റിമം സിഗ്നൽ ലെവൽ അല്ലെ. ഒരു ഹാൻഡ് ഓഫ് ഇനിഷ്യേറ്റ് ചെയ്യണം അല്ലെ, എത്രമാത്രം സിഗ്നൽ ലെവലില് ബിലോ ആയാൽ എന്ത് ചെയ്യണം, സിഗ്നൽ ലെവൽ കട്ടാകാതെ തന്നെ എന്ത് ചെയ്യണം, ഒരു ഹാൻഡ് ഓഫ് പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് മുൻകൂട്ടി തന്നെ അല്ലെങ്കിൽ സിസ്റ്റം ഡിസൈനേഴ്സ് സ്പെസിഫൈ ചെയ്യണം. അപ്പം ആ ഒരു പർട്ടിക്കുലർ സിഗ്നൽ ലെവലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഹാൻഡ് ഓഫ് ഇനിഷ്യേറ്റ് ചെയ്യണം. അതാണ് ഒരു സിഗ്നൽ ലെവൽ. അതായത് ത്രഷോൾഡ് വാല്യൂവിൽ നിന്നും കുറച്ച് ഹയർ ലെവൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ത്രഷോൾഡ് വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ദിസ് മാർജിൻ ഷുഡ് ബി ഈക്വൽ ടു ഹാൻഡ് ഓഫ് മൈനസ് PR മിനിമം യൂസബിൾ. അത് ഈ മാർജിൻ, അതായത് തമ്മിലുള്ള ഡിഫറൻസ് ടു ലാർജോ ടു സ്മോളോ, ഒരുപാട് കൂടുതലോ ഒരുപാട് കുറവോ ആകരുത്. കാരണം എന്താ, ഒരുപാട് കുറഞ്ഞാൽ എന്ത് പറ്റും, അൺവാണ്ടഡ് ഹാൻഡ് ഓഫ് വരും. അതായത് അത് തമ്മിലുള്ള മാർജിൻ, അതായത് ഇത്ര സിഗ്നലിൽ താഴ്ന്നു കഴിഞ്ഞാൽ ഹാൻഡ് ഓഫ് നടത്തണം. മിനിമം ത്രഷോൾഡിൽ നിന്നും ഈ സിഗ്നൽ ലെവലും അത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫറൻസ് കുറവായാൽ എന്ത് പറ്റും, അടിക്കടി അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ഹാൻഡ് ഓഫ് നടക്കും. അത് MScക്ക് കൂടുതൽ ബേർഡൻ ആണ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെയിൻ കൂടുന്നു. പിന്നെ അത് കൂടുതലായാൽ എന്ത് പറ്റും, ആ മാർജിൻ കൂടുതലായാലും എന്ത് പറ്റും, ആ പെട്ടെന്ന് ഹാൻഡ് ഓഫ് നടക്കത്തില്ല, ആ കോള് ലോസ്റ്റ് ആവുന്നു. വീക്ക് സിഗ്നൽ കണ്ടീഷൻസ് കാരണം ആ കോള് ബ്രേക്ക് ആവുന്നു. പിന്നെ ഹാൻഡ് ഓഫിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഹാർഡ് എന്നും സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്നും. ഹാർഡ് ഹാൻഡ് ഓഫിനെ വേറൊരു പേരിൽ അറിയപ്പെടും ബ്രേക്ക് ബിഫോർ മേക്ക്. എന്താണ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. അപ്പൊ ആ പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പഴയ കണക്ഷൻ ബ്രേക്ക് ചെയ്യുന്ന അതിനെ പറയുന്ന പേരാണ് ഹാർഡ് ഹാൻഡ് ഓഫ്. സോഫ്റ്റ് ഹാൻഡ് ഓഫ് ഇറ്റ് ഈസ് ടൈം ടു ബി മേക്ക് ബിഫോർ ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ്, പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ പഴയ കണക്ഷൻ ബ്രേക്ക് ആകത്തുള്ളൂ. അങ്ങനെയാണ് ഹാൻഡ് ഓഫിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഹാർഡ് ഹാൻഡ് ഓഫ് ആൻഡ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രേക്ക് ബിഫോർ മേക്ക് ആൻഡ് മേക്ക് ബിഫോർ ബ്രേക്ക് എന്ന് പറയുന്നു. ഈ ഫിഗറിൽ ഒരു ഇംപ്രോപ്പർ ഹാൻഡ് ഓഫ് സിറ്റുവേഷനും ഒരു പ്രോപ്പർ ഹാൻഡ് ഓഫ് സിറ്റുവേഷനും കാണിച്ചു ഇത്രേ ഉള്ളൂ. രണ്ട് ബേസ് സ്റ്റേഷൻ AB, 2 പോയിന്റ്, ബേസ് സ്റ്റേഷൻ 1, ബേസ് സ്റ്റേഷൻ 2. ഇത് ഒരാള് കാറിൽ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യുകയാണ്. അപ്പൊ എന്താണ് ഇംപ്രോപ്പർ സിറ്റുവേഷൻ, അതായത് ഇതാണ് മിനിമം അക്സെപ്റ്റബിൾ ലെവൽ അല്ലെ. ഇത് പോയിന്റ് എയില്, ഇത് പോയിന്റ് ബിയില്. ഈ മിനിമം അക്സെപ്റ്റബിൾ ലെവലിൽ നിന്ന് എന്താണ് താന്നു കഴിഞ്ഞതിന് ശേഷമാണ് പോയിന്റ് ബിയിലോട്ട് വന്നത്. അവിടെ ഹാൻഡ് ഓഫ് നടന്നില്ല, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓഫ് നടന്നില്ല. And whereas in proper handoff situation, before reaching or after reaching the moment at which it reached the minimum level, it automatically transfers call to level at point B. അപ്പൊ അവിടെ എന്ത് വരത്തില്ല, മിനിമം ത്രഷോൾഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഒരു കോള് ബ്രേക്ക് ആവാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രോപ്പർ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഈ ത്രഷോൾഡ് ഒരുപാട് സ്മോൾ ആയാൽ എന്ത് പറ്റും, പെട്ടെന്ന് എപ്പോഴും ഹാൻഡ് ഓഫ് നടക്കും. ഒരുപാട് കൂടുതലായാൽ സിഗ്നൽ ലോസ് ആയാലും എന്ത് നടക്കത്തില്ല, ഹാൻഡ് ഓഫ് നടക്കത്തില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു ട്രേഡ് ഓഫ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം ഈ സിഗ്നൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ഹാൻഡ് ഓഫിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഈ ഹാൻഡ് ഓഫ് നടക്കാതെ എത്രമാത്രം ഒരു സെല്ലില് ഒരു കോള് മെയിൻറ്റെയിൻ ചെയ്യാം അതിനെ പറയുന്ന പേരാണ്, അല്ലെ ആ ടൈമിന് പറയുന്ന പേരാണ് ഡ്വൽ ടൈം. ആൻഡ് അനദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാൻഡ് ഓഫ് ഈസ് മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്, MAHO. അതായത് എന്താണ്, മൊബൈൽ സ്റ്റേഷൻ ആണ് സിഗ്നലിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത്. എപ്പോഴാണോ
നമ്മളിപ്പോ ഒരു സെല്ല്, ഒരു മൊബൈൽ സ്റ്റേഷൻ നിങ്ങൾ ഒരിടത്ത് നിന്ന് കോൾ ചെയ്യുന്നു. ആ മൊബൈല് നിങ്ങളുടെ എന്താണ് അടുത്തുള്ള ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആ സെല്ലുമായിട്ട് കോൺടാക്ട് ആണ്, ഇപ്പോൾ സിഗ്നൽ ലെവൽ മെഷർ ചെയ്യുക. അപ്പൊ ഈ സിഗ്നൽ ലെവൽ മെഷർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത സെല്ലിലെ സിഗ്നൽ സ്ട്രെങ്ത് ഇപ്പോഴത്തെ സിഗ്നൽ സ്ട്രെങ്തിനെക്കാട്ടിലും കൂടുതൽ, ദാറ്റ് മീൻസ് യു ആർ അപ്രോച്ചിങ് നിയറർ ടു ദാറ്റ് ന്യൂ സെൽ. ആ പുതിയ സെല്ലിലോട്ട് നിങ്ങൾ അടുക്കുകയാണ് അല്ലെ. അപ്പൊ ആ അടുക്കുമ്പോൾ എന്താണ്, പഴയ സെല്ലിലെ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു എന്ന് മൊബൈലിന് മനസ്സിലാകും. ആ മൊബൈൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഹാൻഡ് ഓഫിന് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഹാൻഡ് ഓഫിന് പറയുന്ന പേരാണ് മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്. അപ്പൊ എന്താ, അവിടെ MSCക്ക് ഒരു സ്ട്രെയിൻ വരുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫാസ്റ്റർ ആയിട്ട് എന്ത് തന്നെ നടത്താൻ പറ്റും, ഹാൻഡ് ഓഫ് നടത്താൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹാൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ്. അതായത് എൻറ്റയർലി പുതിയതായിട്ട് അല്ലെ ഒരു ഡിഫറെന്റ് സെല്ലുലാർ സിസ്റ്റത്തിലോട്ട് കടക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ്. അതായത് വേറൊരു നെറ്റ്വർക്കിലാണ്, അതായത് ആ ഹോം സെല്ലിൽ എന്തില്ല, പുതിയതായിട്ട് അല്ലെ എഫക്റ്റീവ് ആയിട്ടുള്ള സെല്ലില്ല, അല്ലെ സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു സെല്ലില്ല. അതുകൊണ്ട് തൊട്ടടുത്ത വേറൊരു MSCയിലോട്ട്, ആ MSCക്ക് അതിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ വരുന്ന സെൽസില് സിഗ്നൽ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത ഒരു അല്ലെങ്കിൽ വേറൊരു നെറ്റ്വർക്കിലോട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഹാൻഡ് ഓഫിന് പറയുന്ന പേരാണ് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ്. അപ്പൊ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൊബൈൽ അല്ലെങ്കിൽ ഒരു യൂസർ ട്രാവൽ ചെയ്യുമ്പോൾ കോള് കട്ട് ആകാതെ അല്ലെങ്കിൽ ബ്രേക്ക് ആകാതെ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിൽ അല്ലെങ്കിൽ ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു ബേസ് സ്റ്റേഷനിലോട്ട് കോള് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാൻഡ് ഓഫ്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഹാർഡ് ആൻഡ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ബിഫോർ മേക്ക്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഓൾഡ് കണക്ഷൻ ബ്രേക്ക് ചെയ്യുക. സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ മേക്ക് ബിഫോർ ബ്രേക്ക്, അത് ബ്രേക്ക് ആവുന്നതിന് മുമ്പ് തന്നെ പുതിയ കണക്ഷൻ വെക്കുക. പിന്നെ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്. മൊബൈൽ തന്നെ സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്ത് ഹാൻഡ് ഓഫ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന പറയുന്ന പേരാണ് മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്. ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്, എൻറ്റയർലി ഒരു ഡിഫറെന്റ് സെല്ലുലാർ സിസ്റ്റത്തിലോട്ട് കോൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർഫറൻസ് ആൻഡ് സിസ്റ്റം കപ്പാസിറ്റി. ഇതുവരെ ഏതെങ്കിലും പോർഷൻസ് റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്ന് പറയാം. നമ്മുടെ ടൈം കുറച്ച് ടോപ്പിക്സ് കൂടുതലുണ്ട്, നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ബാലൻസ് പോർഷൻസ്. എങ്ങനെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പം ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ പോർഷൻസ് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ? സർ നമുക്ക് 12 മിനിറ്റ്സ് കൂടി ഉണ്ട്. ഇപ്പൊ റിപ്പീറ്റേഷന് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്, നേരത്തെ സാർ ഒരു പ്രോബ്ലം കൊടുത്തിരുന്നല്ലോ, ആ പ്രോബ്ലത്തിന്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും? വേറെ പിന്നെ ഹൗ വിൽ വി ഗെറ്റ് ടു സിംപ്ലക്സ് ചാനൽ വൈൽ കാൽക്കുലേറ്റിംഗ് ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ, എന്താണെന്ന് റിപ്പീറ്റ് ചെയ്യൂ. ഹൗ വിൽ വി ഗെറ്റ് ടു സിംപ്ലക്സ് ചാനൽ വൈൽ കാൽക്കുലേറ്റിംഗ് ചാനൽ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ ഓക്കെ, പറയാം. അപ്പൊ അത് പ്രോബ്ലം തന്നെയാണ്, രണ്ടും സെയിം ഡൗട്ട് തന്നെ. ഓക്കെ, അപ്പൊ പ്രോബ്ലം ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ്, ടോട്ടൽ അവൈലബിൾ ബാൻഡ് വിഡ്ത്ത് 33 മെഗാഹെർട്സ്. അതായത് ടോട്ടൽ അലോക്കേറ്റഡ്, ആ സെല്ലുലാർ ടെലിഫോണിന്റെ ടോട്ടൽ അലോക്കേറ്റഡ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര മെഗാഹെർട്സ് ആണ്, 33 മെഗാഹെർട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇറ്റ് യൂസസ് 225 കിലോഹെർട്സ് സിംപ്ലക്സ് ചാനൽ. അതായത് 2 സിംപ്ലക്സ് ചാനൽ ഉണ്ട്. അപ്പം ഈ 2 സിംപ്ലക്സ് ചാനലൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ടു പ്രൊവൈഡ് ഫുൾ ഡ്യൂപ്ലെക്സ് വോയിസ് ആൻഡ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാണ്. അപ്പൊ 225 കിലോഹെർട്സ്, അങ്ങനെയാണ് 2 × 25, അതാണ് നമ്മൾ 50 എന്ന് എടുത്തത്. അതാണ് ഒരു ഡൗട്ട് ചോദിച്ചേക്കുന്നത്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ്. അത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 2 25 കിലോഹെർട്സ് സിംപ്ലക്സ് ചാനൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫുൾ ഡ്യൂപ്ലെക്സ് രണ്ടിനൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് 2 × 25 50 എന്ന് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിലെ രണ്ടാമത്തെ സെഷൻ ഇത് പ്രശ്നമില്ല, കാരണം എത്ര അവൈലബിൾ ചാനൽസ് ഉണ്ട്. അപ്പം എന്താണ്, 33 മെഗാഹെർട്സ് ഉണ്ട് അല്ലെ. ഈ 33 മെഗാഹെർട്സിന്റെ ടോട്ടൽ അവൈലബിൾ സ്പെക്ട്രം, അതിൽ നമ്മുടെ ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ചാനൽ വോയിസിനും കൺട്രോളിനോടും ചേർന്ന് ടോട്ടൽ ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 × 2, അതാണ് 50 കിലോഹെർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 33 മെഗാഹെർട്സിനെ ഡിവൈഡഡ് ബൈ 50 കിലോഹെർട്സ്, അതാണ് നമ്മുടെ ടോട്ടൽ
അവൈലബിൾ ചാനൽസ് എന്ന് പറയുന്നത്. അപ്പം 33,000 എന്ന് പറഞ്ഞാൽ മെഗാഹെർട്സ് ആണ്, 1 കിലോഹെർട്സ് ആണ്. അതാണ് 33,000 ഡിവൈഡഡ് ബൈ 50. അങ്ങനെയാണ് നമുക്ക് 660 എന്ന് കിട്ടുന്നത്. പിന്നെ ആ ഓരോ ചാനൽ റീയൂസും ഇത് എക്സാക്ട് 165 95 നല്ല കിട്ടുന്നത് 164 അല്ലെ 165 പോയിന്റ് സംതിങ് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്താണ് ഡിവൈഡ് 660 ഡിവൈഡഡ് ബൈ 4, അത് 165. പിന്നെ n=7 ആവുമ്പോൾ ദിസ് അവൈലബിൾ ചാനൽസ് 660 ആണ് ടോട്ടൽ അവൈലബിൾ ചാനൽസ്. അത് വെക്ടർ സൈസ് 7 ആവുമ്പോൾ ഈ 660 ഡിവൈഡഡ് ബൈ 7 അപ്പൊ 95 ചാനൽസ് കിട്ടുന്നു. n=12 ആണെങ്കിൽ ഡിവൈഡ് എന്ന് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ സെക്ഷൻ അതൊരു കുട്ടി ചോദിച്ചു, അതായത് എന്താണ് 1 മെഗാഹെർട്സ് സ്പെക്ട്രം അത് കൺട്രോൾ ചാനൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും അല്ലെ. 1 മെഗാഹെർട്സ് എന്ന് പറയുമ്പോൾ എത്ര കിലോഹെർട്സ് ആണ്? 1 × 10⁻³ അതായത് 1000 കിലോഹെർട്സ് അല്ലെ. നമ്മൾ 50 തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 1000 ഡിവൈഡ് ബൈ 50 അപ്പൊ എത്ര ചാനൽസ് ഉണ്ട്? 20 കൺട്രോൾ ചാനൽസ് ഉണ്ട്. എത്രയിലാണ്? നമ്മുടെ ഈ 33 മെഗാഹെർട്സിൽ നിന്നാണ് എന്തെടുത്തേക്കുന്നത്? 1 മെഗാഹെർട്സ് എടുത്തേക്കുന്നത്. അപ്പൊ അതില് 660 ചാനൽ ഉണ്ട് അല്ലെ. ഈ 660-ൽ 20 എണ്ണം 20 ചാനൽസ് എന്തിനു വേണ്ടിയിട്ട് മാറ്റുന്നു? കൺട്രോൾ ചാനൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എന്നിട്ട് റിമൈനിങ് എത്രയാണ്? 660 - 20 അതാണ് 640. ഇതിനെ നമ്മൾ ഡിസൈൻ അല്ലെങ്കിൽ ഇതിന്റെ കാൽക്കുലേഷനിൽ പറയുന്നവരാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ അലോക്കേറ്റ് ചെയ്യാം. പക്ഷെ പോസിബിൾ ആയിട്ടുള്ളത് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്. ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ 660-ല് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന കണ്ടീഷനിൽ എന്താണ് n=4 ആകുമ്പോൾ ടോട്ടൽ എത്ര ചാനൽ ഉണ്ട്? 20 കൺട്രോൾ ചാനൽസ് ഉണ്ട്. 20 ഡിവൈഡഡ് ബൈ 4 അതാണ് 5 കൺട്രോൾ ചാനൽസ് ആൻഡ് 160 വോയിസ് ചാനൽസ് എന്ന് പറയുന്നത് കിട്ടുന്നതാണ്. ഈ 640-യെ ഡിവൈഡഡ് ബൈ 4 അതാണ് 160 വോയിസ് ചാനൽസ്. ഒരു സെല്ലിലെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, വേറെ ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യാൻ? സർ, ഒരു ചോദ്യം കൂടെ വന്നിരിക്കുന്നത്, in borrowing strategy, aren't we using the same frequency from different cells? So is there a possibility of crosstalk? അതായത് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജിയിൽ ഒരു അതായത് ഫിക്സഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജിയിൽ വരുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ആണ് എന്ത് പറയുന്നത്? ബോറോയിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സെല്ല് ഇപ്പൊ ഫിക്സഡ് എന്ന് പറയുന്നത് നേരത്തെ ഒരു ചാനലിന് ഫിക്സഡ് ആയിട്ട് ഒരു ചാനൽ അലോക്കേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അങ്ങനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്, അപ്പൊ എല്ലാ ചാനലും അലോക്കേറ്റ് ആണ്. ഒരു സെല്ലിലെ എല്ലാ ചാനലും അലോട്ടഡ് ആണെന്ന് കരുതുക. അപ്പോൾ പുതിയൊരു കോൾ വന്നാൽ എന്ത് പറ്റും? ആ MSC അല്ലെങ്കിൽ ആ ഒരു പുതിയ യൂസറിന് ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യാൻ നെറ്റ്വർക്കിന് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ള കണ്ടീഷൻസിലാണ് ഈ ബോറോയിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താണ്? ഒരു നെയ്ബറിംഗ് സെല്ല്, അതായത് ഈ നെയ്ബറിംഗ് സെല്ലില് നമ്മൾ ബോറോ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഡിസ്ട്രപ്റ്റ് ഓർ ഇന്റർഫിയർ വിത്ത് എനി അതർ കോൾസ്. അതായത് വേറൊരു കോളിനെ അല്ലെ അതിനെ ഇന്റർഫിയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുത്തെ കോളിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? ബോറോ ചെയ്യാൻ. അതിന് നമ്മുടെ MSC സൂപ്പർ അവിടെ ഒരു അൽഗോരിതം കാണും, അതങ്ങനെ സൂപ്പർ അല്ലെ മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അത് ബോറോ ചെയ്യത്തുള്ളൂ. അല്ലാതെ അവിടെ ഇന്റർഫിയർ വന്നതിന് ശേഷം അല്ലെ ഇന്റർഫിയർ വരുന്ന രീതിയിൽ ഒരിക്കലും ബോറോയിങ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇറ്റ് ക്ലിയർ? സർ, ഈ MSCയുമായി കണക്ട് ചെയ്തിട്ട് നേരത്തെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചിരുന്നു റോൾ ഓഫ് MSC എന്താണ് മൊബൈൽ സ്വിച്ചിങ് സെന്ററുമായി ബന്ധപ്പെട്ട്. റോൾ ഓഫ് മൊബൈൽ സ്വിച്ചിങ് സെന്റർ, ഓക്കെ, അത് നമ്മൾ GSM ആർക്കിടെക്ചർ ആണ്. അത് നമ്മൾ ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അത് വേണമെങ്കിൽ അതൊന്നുകൂടെ അത് എടുക്കാം. ഒരു 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പെട്ടെന്ന് പറയാം. കുറച്ച് പോർഷൻസ് കൂടെ ഈ സിലബസിലെ കവർ ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് സെഷൻ നമുക്ക് അത് കവർ ചെയ്യാം. സർ, നമുക്ക് 5 മിനിറ്റ്സ് കൂടി ഉണ്ട്. പിന്നെ അപ്പൊ സാറിന് റിപ്പീറ്റ് ഇത് എടുക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയേ വന്നിട്ടുള്ളൂ, MAHO കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി. അപ്പൊ അത് പറയാം. MAHO അങ്ങ് പറയാം. MAHO മീൻസ് മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലോട്ട് നമ്മൾ കോൾ ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യുന്നു. നമ്മളിപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളതാണ്, നമ്മൾ കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ടായി പോകും അല്ലെ. അപ്പൊ അങ്ങനെ ബ്രേക്ക് ആകാതിരിക്കാതെ ഉള്ള ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ നമ്മുടെ നെറ്റ്വർക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ഹാൻഡ് ഓഫ്.
ഈ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ കോള് ഓൺഗോയിങ് കോള് ബ്രേക്ക് ആകാതെ തന്നെ ഒരു കോള് വേറൊരു സെല്ലിൽ ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു ബേസ് സ്റ്റേഷനിലോട്ട് കോള് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാൻഡ് ഓഫ്. ഇത് സാധാരണ MSC ആണ് ഈ സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആ മെഷർ ചെയ്ത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്ത് അത് ഹാൻഡ് ഓഫ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് MSC ആണ്, മൊബൈൽ സ്വിച്ചിങ് സെന്റർ. അപ്പൊ അങ്ങനെ ആ മൊബൈൽ സ്വിച്ചിങ് സെന്റർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഹാൻഡ് ഓഫ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്. നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് തന്നെ ഇത് ഹാൻഡ് ഓഫ് പെർഫോം ചെയ്യാം. അതിന് പറയുന്ന പേരാണ് MAHO. അതായത് നമ്മൾ ഈ സിഗ്നൽ അല്ലെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൽ എന്താണ് റേഞ്ച് അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് സ്ട്രെങ്ത് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ മൊബൈൽ സ്റ്റേഷന് നെറ്റ്വർക്ക് സ്ട്രെങ്ത് മെഷർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ കേപ്പബിലിറ്റി യൂസ് ചെയ്ത് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് പോകുന്നു. അപ്പൊ ആ ടെലിഫോൺ അല്ലെങ്കിൽ ആ മൊബൈൽ എക്യുപ്മെന്റിന് മനസ്സിലാകും എന്താണ് തൊട്ടടുത്ത സെല്ലില് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സെല്ലിനെക്കാട്ടിലും കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ അങ്ങനെ മെഷർ ചെയ്ത് ആ മൊബൈൽ തന്നെ എന്ത് ചെയ്യുന്നു, ഇനിഷ്യേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഹാൻഡ് ഓഫിന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഹാൻഡ് ഓഫിന് പറയുന്ന പേരാണ് MAHO, മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തെന്ന് വരുന്നു. ഇനിയും നമ്മുടെ MSC യെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പെട്ടെന്ന് സമയം പോയി എന്നറിയാം. ഇപ്പൊ GSM എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 സിസ്റ്റം ഉണ്ട്. GSM ആർക്കിടെക്ചറിൽ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് സബ് സിസ്റ്റം, റേഡിയോ സബ് സിസ്റ്റം, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് സബ് സിസ്റ്റം. ഈ നെറ്റ്വർക്ക് സബ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എൻഡ് ടു എൻഡ്, അതായത് കോളിനായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് വരുന്ന പേരാണ് നെറ്റ്വർക്ക് സബ് സിസ്റ്റം. റേഡിയോ സബ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ അതിന്റെ റേഡിയോ പാത്ത് അല്ലെങ്കിൽ കണക്ഷൻസ് മാനേജ് ചെയ്യുന്ന റേഡിയോ പാത്ത് എന്നാണ് റേഡിയോ സബ് സിസ്റ്റം. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഈ എക്യുപ്മെന്റും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇന്റർഫേസുമായിട്ട് വരുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഓപ്പറേഷൻസും മെയിൻറ്റെയിൻ ചെയ്യുന്ന പേരാണ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റെനൻസ് സബ് സിസ്റ്റം. ഇതാണ് ബേസിക്കലി ഒരു GSM നെറ്റ്വർക്കിന്റെ ആർക്കിടെക്ചർ. ഇവിടെ പറഞ്ഞാണ് MSC, ഡൗട്ട് ചോദിച്ചാണ് MSCയുടെ ഫുൾ ഫോം ആണ് മൊബൈൽ സ്വിച്ചിങ് സെന്റർ. അപ്പൊ ഇവിടെ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം. ഈ പോർഷൻസ് അതാണ് ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം. അവിടെ വരുന്നതാണ് BTS, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. നമ്മുടെ ടവർ അതിന്റെ പറയുന്ന പേരാണ് BTS, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. ഈ ഒന്നിൽ കൂടുതൽ BTS കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് BSC, ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഇങ്ങനെ ബേസ് സ്റ്റേഷൻ കൺട്രോളർ എല്ലാം കൂടെ ഒരു ഹബിൽ കണക്ട് ചെയ്യും. അതാണ് MSC, മൊബൈൽ സ്വിച്ചിങ് സെന്റർ. അവിടെ ഡിഫറെന്റ് HLR, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, പല രജിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഏത് സെല്ലിലാണോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു റോമിങ്ങിലാണോ അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു സെല്ലിൽ വിസിറ്റ് ചെയ്യുന്നു, അത്തരം ഡേറ്റാസ് ഇതാണ് HLR, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, PLR, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. പിന്നെ ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റം. ഈ MSC ആണ് അതർ നെറ്റ്വർക്ക്സ്, നമ്മുടെ ഡേറ്റ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ ഇന്റഗ്രേറ്റഡ് സർവീസ് ഡേറ്റ ISP ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ മൊബൈലും ഇതെല്ലാം BTS-ഉമായിട്ട് കണക്ട് ആണ്. ഇതാണ് ബേസിക്കലി എന്താണ് ഒരു GSM ആർക്കിടെക്ചർ. അതിൽ ബേസ് ഒരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്, ഒരു ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം, അതിൽ BTS-ഉം BSC-യും വരുന്നു. BTS-ൽ മൊബൈൽ എക്യുപ്മെന്റിൽ വരുന്നതാണ് സിം എന്ന് പറയുന്നത് എന്താണ്? സബ്സ്ക്രൈബ് ബേസ് ഐഡന്റിറ്റി മൊഡ്യൂൾ. ME എന്ന് പറഞ്ഞാൽ മൊബൈൽ എക്യുപ്മെന്റ്. ഈ BSC എല്ലാം കൂടെ MSC-യുമായിട്ട് കണക്ട് ചെയ്യും. ഈ MSC-യുമായിട്ട് ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. EIR, HLR, VLR, AUC. EIR മീൻസ് എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ, AUC മീൻസ് ഓതന്റിക്കേഷൻ സെന്റർ, ELR ഓൾറെഡി പറഞ്ഞു, HLR ഹോം ലൊക്കേഷൻ രജിസ്റ്റർ ആൻഡ് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. ഇത് നമ്മുടെ പല നെറ്റ്വർക്കിലായിട്ട് ഇന്റർ കണക്റ്റഡ് ആവും. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. MSC എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓവറോൾ അതിന്റെ മോണിറ്ററിങ്ങും അതർ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ GSM ആൻഡ് അതർ നെറ്റ്വർക്ക്, PSTN, അങ്ങനെ തൊട്ടടുത്ത അല്ലെങ്കിൽ അതർ നെറ്റ്വർക്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നു. കോൾ സെറ്റപ്പ് ഫംഗ്ഷൻ, കോള് ഇനിഷ്യേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്വിച്ചിങ് ചെയ്യാനും, RF അലോക്കേഷൻ, അങ്ങനെ പല, അതായത് ഒരു കൺട്രോളർ. നമ്മൾ ഈ എക്സ്ചേഞ്ച് എന്ന് പറയത്തില്ല, എക്സ്ചേഞ്ചിൽ നമ്മൾ ചെയ്യുന്ന ലാൻഡ് ലൈനിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് MSC, മൊബൈൽ സ്വിച്ചിങ് സെന്റർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. കോൾ ഹാൻഡ്ലിംഗ്, ലൊക്കേഷൻ അപ്ഡേഷൻ അല്ലെങ്കിൽ ഹാൻഡ് ഓവർ മാനേജ്മെന്റ്, നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ബില്ലിംഗ് ഇൻഫർമേഷൻ, അവരുടെ യൂസേജ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് MSC എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഹാൻഡ് ഓഫ് നമ്മൾ എടുത്തു. ഹാൻഡ് ഓഫ് അതിന്റെ ഡയഗ്രാം
യൂസ് ചെയ്ത് നല്ല ഹാൻഡ് ഓഫ്, പിന്നെ GSM ആർക്കിടെക്ചർ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ചാനൽ അസൈൻമെന്റ്, ഹാൻഡ് ഓഫ്, ഫ്രീക്വൻസി റീയൂസ് കൺസെപ്റ്റ്, കോച്ച് ചാനൽ ആൻഡ് അഡ്ജസ്റ്റ്, അത് നമ്മൾ എടുത്തില്ല, കവർ ചെയ്യാനുണ്ട്, അത് ഈ പോർഷനിൽ വരുന്നതാണ്. ഇത്രയായിരുന്നു നമ്മളുടെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഡൗട്ട്സ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഒന്നുകിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിലിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. വളരെ ലളിതമായ ഭാഷയിൽ പക്ഷെ വളരെ വിശദമായി തന്നെ